പരിപാടിക്ക് സംഭവിച്ചു കണക്ക് ഇനി ഒരു മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടില്. ഞാൻ കരഞ്ഞ അത്ര വേറൊരു കൊച്ചു ഇനി കരയാൻ പാടില്ല. മുക്കാലോ ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തില് മരിക്കുന്നുണ്ട്. ഇതുവരെ അതിനുള്ള പോകാൻ വഴി വയനാട്ടിൽ വന്നിട്ടില്ല. കാട്ടിലിറങ്ങിയാൽ മതി, നാട്ടിലിറങ്ങണ്ട. അതിനുള്ള സംവിധാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം. 1 മണിക്കൂർ ശസ്ത്രക്രിയ നടത്തൂന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിക്കുക, അല്ലാണ്ട് അവിടെ ശസ്ത്രക്രിയ നടത്തിയിട്ടില്ല. അല്ലാണ്ട് മെഡിക്കൽ കോളേജിൽ വേണ്ടത് ഒരുപോലെ തന്നെ ഫെസിലിറ്റീസ് വേണം. ഇവിടെ എന്തുകൊണ്ടാ ഫെസിലിറ്റീസ് ഇല്ലാത്ത? എന്തിനാ അവിടെ വയനാട് മെഡിക്കൽ കോളേജ് എന്ന് പേരിട്ടേക്കുന്നത്? എന്തിനാ? അത് മെഡിക്കൽ കോളേജാണ്, ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ ശ്രദ്ധ പോലും അവിടെ ഇല്ല. ഇത് അവസാനത്തെ ഒന്നല്ലല്ലോ, ഇനി എത്ര നഷ്ടപ്പെടാനുണ്ട്? ചികിത്സ മര്യാദയ്ക്ക് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ ഇന്ന് ഈ ലോകം വിട്ടു പോയില്ല. അപ്പൊ ഉള്ളപ്പോ നോക്കിയ പോലെ ഈ കുടുംബത്തിന് മുന്നോട്ട് പോകണം. ഈ കുടുംബത്തിന് ഒരു കുഴപ്പം ഉണ്ടാവരുത്. എന്തായാലും മരിച്ചുപോയ എന്റെ അപ്പനെ തിരിച്ചു തരാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടുത്തെ ആവശ്യങ്ങൾ തരേണ്ടതാണ്. അജീഷ് പിന്നെ പോൾ. വയനാടൻ മണ്ണിൽ നാളിക്കത്തിയത് ഉറ്റവരുടെ ചോര കണ്ടൊഴുകിയ കണ്ണുനീരിന്റെ തീയാണ്. മുറ്റത്തേക്കൊന്നിറങ്ങാതെ കുഞ്ഞുങ്ങളെ വീടിനുള്ളിൽ പൂട്ടിയിടുന്ന ഗതികേടിൽ നിന്നാണ് ഇന്നവിടെ മുദ്രാവാക്യം മുടങ്ങിയത്. പണിക്ക് പോകുന്നവർ തിരികെ എത്തുമോ എന്ന്, തിരികെ എത്തും വരെ വീട്ടിലുള്ളവർ സുരക്ഷിതരായി ഇരിക്കുമോ എന്ന്, എന്തൊക്കെ ആധികളിലാണ് മനുഷ്യർ ജീവിക്കേണ്ടത്? ഇരുട്ടിൽ നിന്ന്, കുറ്റിക്കാട്ടിൽ നിന്ന്, കൃഷിയിടത്തിൽ നിന്ന് ഏതു നിമിഷവും ഒരലർച്ചയോടെ മരണമെത്തുമെന്ന ഭീതി നട്ടലിൽ മുട്ടി നിൽക്കുകയാണ്. ഉണ്ണാതെ ഉറങ്ങാതെ എത്ര നാൾ മുന്നോട്ടെന്ന ചോദ്യം നമ്മളോടവർ എത്ര തവണ ചോദിച്ചു കഴിഞ്ഞു. നമ്മൾ എത്ര മരണങ്ങൾ കണ്ടു, മരിച്ചു ജീവിക്കുന്നവരെ കണ്ടു. മതിയായില്ലേ എന്നവർ ചോദിക്കുന്നുണ്ട്. വയനാടിന് മറുപടിയുണ്ടോ? ജീവിത സമരത്തെ ലാത്തി ചാർജ് ചെയ്യണോ? ഇനി കൊടുക്കാൻ ജീവനുകളുണ്ടോ? അവരുടെ ജീവൻ നമ്മുടെ വിഷയമേ അല്ലേ? ഈ ചോദ്യങ്ങളാണ് ഈ ദിവസം സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM നിന്ന് ശ്രീ M പ്രകാശ് മാസ്റ്റർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ പഴകുളം മധു, BJPയിൽ നിന്ന് ശ്രീ യുവരാജ് ഗോകുൽ, ഒപ്പം വയനാട് നിവാസിയും മരിച്ച പോളിന്റെ ബന്ധുവുമായ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ എന്നിവർ ചർച്ച ചെയ്തു. സ്വാഗതം ചർച്ചയിലേക്ക്. അതിഥികളിലേക്ക് എത്തുന്നതിന് മുൻപ് വയനാട്ടിൽ നിന്ന് കമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഇന്നു കണ്ട തീവ്രതയുള്ള ഒരു പ്രതിഷേധം വയനാട്ടിൽ ഉരുണ്ടുകൂടി തുടങ്ങിയിട്ട് ഏറെ നാളുകളായി. നമ്മുടെ മുന്നിൽ കണക്കുകളുണ്ട്. കഴിഞ്ഞ 5-6 വർഷത്തിനിടയിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ കണക്ക് ഞെട്ടിക്കുന്നതാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല അവരാരും ഈ നഗരപ്രദേശത്തേക്ക് വരാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിയത്. ഒരാഴ്ചക്കിടെ 2 ജീവൻ നഷ്ടപ്പെടുന്ന ഇടത്തേക്കാണ്. എത്രത്തോളം കമൽ നമുക്ക് വ്യക്തിപരമായി അറിയാം, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ നമുക്കറിയാവുന്നതാണ് വളരെ പ്രാദേശികമായ വിഷയങ്ങൾ. എത്രത്തോളം പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും, എത്രത്തോളം ആളുകളെ നേരിട്ട് അവരുടെ ജീവനെ സ്വത്തിനെയൊക്കെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും, പ്രാദേശിക വിഷയങ്ങൾ എന്ന് പറയുന്നത് മലയാളിക്ക് എത്രത്തോളം തള്ളിക്കളയാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയുള്ള വിഷയങ്ങളാണ് എന്ന്. അത് വയനാടുകാരുടെ വിഷയമാണ്, അത് ആ ജില്ലക്കാരുടെ വിഷയമാണ്, അത് എൻ്റെ വീടിന് അപ്പുറത്ത് താമസിക്കുന്ന ഒരു വിഷയമാണ് എന്നൊരു നിസ്സംഗതയുള്ള സമൂഹമാണ് ഏറെക്കുറെ നമ്മൾ എന്ന് നമുക്കറിയാവുന്നതുമാണ്. പക്ഷേ ഇന്നത്തെ ദിവസത്തെ ഈ പ്രതിരോധം എത്രത്തോളം വയനാടിന്റെ അതിജീവന വിഷയത്തെ കേരളത്തിന് മൊത്തം ശ്രദ്ധയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? മാധു, അത് വലിയ രീതിയിൽ തന്നെ കേരളത്തിന്റെ മൊത്തം ശ്രദ്ധ പിടിച്ചുപറ്റി. നമുക്കത് പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും. ഇന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം വിളിച്ചു. വയനാട് MP രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. അത്രയും വലിയ രീതിയിൽ നമ്മുടെ അധികാരികളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആ സമരത്തിന് കഴിഞ്ഞു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഈ സമരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 2 ജീവനുകൾ നഷ്ടപ്പെട്ടു. അതിന് ഒരാഴ്ച മുൻപ് മറ്റൊരാളുടെ ജീവൻ തോൽപ്പെട്ടിയിൽ നഷ്ടപ്പെടുന്നു. ഈ സമരം നടന്ന പുൽപ്പള്ളി മുള്ളൻകൊല്ലി മേഖലയിലാണെങ്കിൽ തുടർച്ചയായി കടുവ ഭീതിയിലാണ്. നിരവധി വളർത്തുമൃഗങ്ങളെ വേട്ടയാടി. പകൽ സമയത്ത് സ്കൂളിനടുത്ത് കടുവയെ കാണുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ആളുകൾ ആകെ അസ്വസ്ഥരായി ഇരിക്കുമ്പോഴാണ് ഇത്തരം ഒരാഴ്ചക്കിടെ 2ാമത്തെ ആളുടെ ജീവൻ കൂടി നഷ്ടപ്പെടുന്നത്. അത്തരത്തിലൊരു അരക്ഷിതാവസ്ഥ ഉണ്ടായി ആളുകൾക്ക്. അങ്ങനെയാണ് ഈ ജനം പുൽപ്പള്ളി ടൗണിലേക്ക് ഒഴുകിയെത്തിയത്. പൊതുവെ 2 മുന്നണികളും BJPയും ഒക്കെ ഹർത്താൽ ആഹ്വാനം ചെയ്താൽ നമുക്കറിയാം ആളുകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരൊന്നും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. പക്ഷേ ഇന്ന് ഹർത്താൽ ദിനത്തിലടക്കം അവർ ടൗണിലേക്ക് കുതിച്ചെത്തുന്നു. ആ ജനപ്രതിനിധികളടക്കം പറഞ്ഞിട്ടും അവരെ സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല വാഗ്ദാനങ്ങൾ, സാധാരണഗതിയിലുള്ള ചർച്ചയും അല്ലെങ്കിൽ ഈ വാഗ്ദാനങ്ങളും പോരാ, ഞങ്ങൾക്ക് ഉറപ്പ് കിട്ടണമെന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുന്നു.
അത്തരത്തിൽ വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിലുള്ള ആശങ്ക, അത് മാധു പറഞ്ഞതുപോലെ മാസങ്ങളായി അല്ലെങ്കിൽ വർഷങ്ങളായി തന്നെയുള്ള ആശങ്കയൊക്കെയാണ് അണപൊട്ടി ഒഴുകുന്നത്. ഇതിൽ വേണ്ടത് ഈ പറഞ്ഞ ഇന്നത്തെ വിഷയത്തിൻ്റെ പരിഹാരമൊന്നുമല്ല, ഈ ശാശ്വതമായ പരിഹാരം. ഈ പറഞ്ഞതുപോലെ വന്യജീവികൾ പ്രത്യേകിച്ച് കാട്ടാന നാട്ടിലിറങ്ങുന്നത് തടയാനെങ്കിലും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനാവുന്നതാണ് സർക്കാരിന്. നൽകിയത് ഇന്ന് പകൽ മുഴുവനും നീണ്ട പ്രതിഷേധങ്ങൾ, ഒപ്പം ജനകീയ സമരം, ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് നിരന്തരം എത്തിച്ചതും കമൽ തന്നെയാണ്. ഞാൻ അതിഥികളിലേക്ക് പോവുകയാണ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, കമൽ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ ദിവസത്തെ പോളിന്റെ മരണം, അതുമായി ബന്ധപ്പെട്ട ധനസഹായം, നഷ്ടപരിഹാരം, ഇതൊന്നുമല്ല വയനാട്ടുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. ഇനി ഒരു ജീവൻ കൂടി ഉണ്ടാകരുത്, അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ഭീതിയിൽ ജീവിക്കേണ്ടുന്ന സാഹചര്യം ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ്. സർക്കാർ അതിനെ എത്രത്തോളം ഗൗരവമായി കാണുന്നുണ്ട്. തിങ്കളാഴ്ച ഉന്നതതല യോഗം 3 മന്ത്രിമാരുടെ നേതൃത്വത്തിലൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു മുറിയിലിരുന്നുള്ള ചർച്ച എന്നതിനപ്പുറത്തേക്ക് ഞങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് ഞങ്ങൾക്ക് കൂടി പ്രാതിനിധ്യം നൽകുന്ന ചർച്ച വേണം എന്നുള്ളതാണ് വയനാടിന്റെ ആവശ്യം. ഇതില് വയനാട്ടിൽ നിന്ന് ആര് ചർച്ചയിൽ പങ്കെടുക്കണം, വയനാട്ടിലെ ജനങ്ങളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ടോ എന്നൊന്നുമല്ല മൗലികമായ വിഷയം. ഇവിടെ വന്യജീവി സംഘർഷം നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത രൂപത്തിൽ രാജ്യത്താകെ ശക്തിപ്പെടുകയാണ്. ഇത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുൻകൈ ഉണ്ടാവണം എന്നുള്ളത് നേരത്തെ നമ്മുടെ നിയമസഭ തന്നെ ഐകണ്ഠ്യേന ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി ഈ കഴിഞ്ഞ ഫെബ്രുവരി 13 അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടുള്ള പ്രമേയത്തിനകത്തുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് പ്രാണരക്ഷാർത്ഥം ഒരാളെ കൊന്നുകഴിഞ്ഞാൽ അത് സാധാരണഗതിയിലുള്ള കൊലപാതകമായിട്ട് പരിഗണിക്കുന്നില്ല, ബോധപൂർവമായ നരഹത്യയായിട്ട് പരിഗണിക്കാറില്ല. എന്നാൽ ഇവിടെ ഒരു വന്യജീവി ഒരു മനുഷ്യനെയോ അല്ലെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തെയോ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ അതിനെ കൊല്ലുന്നത് നിയമവിരുദ്ധമാണ് എന്നുള്ളതാണ് നിലവിലുള്ള വന്യജീവി സംരക്ഷണ നിയമത്തിനകത്തുള്ള ഉള്ളടക്കം. ഇതിന് ഗൗരവമായ നിലക്കുള്ള മാറ്റം ഉണ്ടാവണം എന്നുള്ളത് ഇന്ത്യയിലുള്ള കർഷക പ്രസ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ സംരക്ഷിത മൃഗങ്ങൾ എന്ന് പറയുന്ന, അന്യം നിന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന മൃഗങ്ങളെ ഒരു കാരണവശാലും എന്തെല്ലാം അപകടമുണ്ടായാലും അവയെ വെടിവെക്കാനോ കൊല്ലാനോ പാടില്ല എന്നുള്ളതിലൊക്കെ നിയമം നിലനിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ലോകത്തെ പല രാജ്യങ്ങളും പരിശോധിക്കുമ്പോൾ അവിടെയൊക്കെ വന്യമൃഗങ്ങൾ ഒരു പരിധിക്കപ്പുറം ജനസംഖ്യ വർദ്ധിച്ചാൽ നിശ്ചിത കാലയളവിലേക്ക് അതിനെ കള്ളിങ് നടത്താൻ നിയമമുണ്ട്. ഇന്ത്യ രാജ്യത്ത് അത്തരമൊരു നിയമമില്ല. അതുപോലെ തന്നെ ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് വനമേഖലയിലെ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ലോകത്ത് പല രാജ്യങ്ങളിലും ഈ പറയുന്ന പോലെ ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് വന്യജീവികൾക്ക് ആവശ്യമായ നിലക്കുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ അവിടെ കാടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന സംവിധാനമുണ്ട്. ഇവിടെ അത്ര യാതൊരു സംവിധാനവും. ഇപ്പോൾ വനമേഖലയിലെ ആവാസ വ്യവസ്ഥ തങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരു നിലയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ വന്യജീവികൾ വനങ്ങളിൽ നിന്നിട്ട് നമ്മുടെ മനുഷ്യവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നത്. ഈ 2 മേഖലക്കകത്തും വനം സംരക്ഷണ നിയമത്തിനകത്ത് മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്, വന്യജീവി സംരക്ഷണ നിയമത്തിനകത്ത് മാറ്റം ഉണ്ടാവേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായതിലേക്ക് പരിഹരിക്കാൻ വേണ്ടി കഴിയൂ. ഇപ്പം തന്നെ കഴിഞ്ഞ ഫെബ്രുവരി 24 പാസ്സാക്കിയ പ്രമേയത്തിൽ ഇവിടെ പന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന് ഐകണ്ഠ്യേന കേരള നിയമസഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിനോട് പോലും എന്താ കേന്ദ്രത്തിന് പ്രതികരണം? നേരത്തെ ഈ വിഷയം സംബന്ധിച്ചിടത്തോളം ഒരു നിയമം പാസ്സാക്കിയപ്പോൾ ഈ നിയമം വന്യജീവി നിയമത്തെ ലംഘിക്കുന്നില്ലേ എന്നുള്ളതിലേക്കുള്ള ചോദ്യമാണ് കേന്ദ്ര വനവകുപ്പ് ഉന്നയിച്ചത്. എന്ന് പറഞ്ഞാൽ ഇവിടെ കാലോചിതമായ മാറ്റങ്ങൾ ഇപ്പോൾ ആ നിയമത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ പാസ്സാക്കിയ പ്രമേയത്തിലും അക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലോചിതമായ പരിഷ്കാരം മനുഷ്യജീവന് വില കൊടുത്തുകൊണ്ട് നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ടതുണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ ആവശ്യമാണ്, കർഷക പ്രസ്ഥാനങ്ങളുടെ ആവശ്യമാണ്. പ്രതികരിക്കേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ തീരുമാനം ഉണ്ടാവണം. കാരണം ഇത് കേരളത്തിന് മാത്രം വിഷയമല്ല, രാജ്യത്തിന്റെ നാനാ മേഖലക്കകത്ത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് വലിയ രൂപത്തിൽ വന്യമൃഗാക്രമണം ശക്തിപ്പെടുകയാണ്. അതുവഴി കൊല്ലപ്പെടുന്ന ആളുകളുടെ എണ്ണം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. അതിന് അടിയന്തരമായിട്ടും ഈ വിഷയത്തിനകത്ത് ഇനിയും ആളുകളുടെ ജീവന് വേണ്ടി ഒരു വന്യമൃഗത്തെ കൊല ചെയ്യുകയാണെങ്കിൽ പോലും അത് ക്രിമിനൽ കുറ്റമാണ് നമ്മുടെ നിയമം അനുശാസിക്കുന്ന രീതി അനുസരിച്ച് എന്നുള്ളത് മാഷ് പറഞ്ഞു വെക്കുകയാണ്. ഏതെങ്കിലും ഒരു മൃഗം കടന്നു വന്ന് ആരെയെങ്കിലും കൊലപ്പെടുത്തുകയോ അപകടപ്പെടുത്തുകയോ എന്തെങ്കിലുമൊക്കെ നശിപ്പിക്കുകയോ ചെയ്താൽ അതിനെ വെടിവെച്ച് വീഴ്ത്തുകയോ പുനരധിവസിപ്പിക്കുകയോ വേറെ ഏതെങ്കിലും കാടുകളിലേക്ക് കൊണ്ടുവരികയോ ചട്ടം പഠിപ്പിക്കുകയോ എന്തോ അതൊരു മനുഷ്യന്റെ മരണത്തിന് ശേഷമാണ്.
അത് ഒരു മൃഗത്തിൽ അവസാനിക്കുന്ന ഒന്നല്ല. നമുക്ക് തന്നെ എത്ര മൃഗങ്ങളെ പേരെടുത്തു പറയാൻ കഴിയും? അരിക്കൊമ്പൻ, തണ്ണീർക്കൊമ്പൻ, PT7, പടയപ്പ, ഇങ്ങനെ ഓരോ ആനകളുടെ പേര് മലയാളികൾ ഇങ്ങനെ ഹൃദിസ്ഥമാക്കി വെച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബേലൂർ മഖര ഏറ്റവും അവസാനം 8 ദിവസമായി ആ ദൗത്യം മുന്നോട്ട് പോകുന്നു. ഇവരെയൊക്കെ നമ്മൾ എങ്ങനെയാണ് പരിചയപ്പെട്ടത്? അവർ വന്ന് നമ്മുടെ ജനത്തിന്റെ ജീവന് വില പറയുന്ന അവസ്ഥയിലാണ്. ഇതുകൊണ്ട് അവസാനിക്കുമോ? ഇല്ല, ഇന്ന് നാളെ ബേലൂർ മഖരയെ മയക്കുവെടി വെച്ച് അവിടെ നിന്ന് കൊണ്ടുപോയാൽ മറ്റൊന്ന്. അപ്പോൾ ആ ഭീതിക്കല്ലേ പരിഹാരം ഉണ്ടാകേണ്ടത്? മാധു, താങ്കൾ പറഞ്ഞ എത്രയോ ശരിയായിട്ടുള്ള കാര്യമാണ്. പ്രകാശൻ മാസ്റ്റർക്ക് ഇതൊരു വന സംഘർഷമാണ് അല്ല, ഇത് വന്യമൃഗങ്ങളുടെ തുടർച്ചയായിട്ടുള്ള അക്രമമാണ്, മനുഷ്യർക്ക് നേരെയുള്ള അക്രമമാണ്. അങ്ങനെ ഗവൺമെൻറ് ഇതിനെ കാണണം. ഇതൊരു ഗവൺമെൻറ് ഇടപെടണം. 85-86 മരണങ്ങൾ നടക്കുന്നു. പോളാണ് അവസാനത്തെ രക്തസാക്ഷി. പോൾ ഒരു രക്തസാക്ഷിയാണ്. ഈ ഗവൺമെൻറ്റിൻ്റെയോ അധികാരികളുടെ പിടിപ്പുകേടിൻ്റെ രക്തസാക്ഷിയാണ് പോൾ. ഇതാദ്യ സംഭവമല്ല. എത്രയോ മനുഷ്യർ മരിക്കുന്നു. മനുഷ്യരുടെ ആവലാതികൾ, നിലവിളികൾ കേൾക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ള അവസ്ഥയാണ്. സത്യത്തിൽ കേരളത്തിലെ ഗവൺമെൻറ് വനം മന്ത്രി എന്നൊരാളുണ്ടോ? ആനയ്ക്കല്ല കോളർ ID വെച്ച് കൊടുക്കേണ്ടത്. ഇവിടെ റേഡിയോ കോളർ വെച്ച് കൊടുക്കേണ്ടത് വനം മന്ത്രിക്കാണ്. ഈ മനുഷ്യൻ എവിടെ പോയി? എന്താണ് ഇദ്ദേഹത്തിൻ്റെ പണി? ഒരു വനം മന്ത്രി ഇന്ന് ആ വീട്ടിൽ പോയോ? കഴിഞ്ഞ ആഴ്ച മരണമുണ്ടായി, അവിടെ പോയോ? ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകാതെ നേരെ ജനങ്ങൾ അനുഭവിക്കുന്ന വ്യഥകളിലേക്ക് വരാൻ കാരണമുണ്ട്. ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കേണ്ട ഗവൺമെൻറ്റും മന്ത്രിയും നിശ്ചലരായിരിക്കുകയാണ്. ജോർജ് ഓർവെല്ലിൻ്റെ ആനിമൽ ഫാം ഉണ്ട്. ആ ആനിമൽ ഫാമിൽ പറയുന്ന പോലെയുള്ള അരാജകത്വത്തിൻ്റെ ഒരു മാതൃകയാണ് കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. അരാജകത്വം, പ്രതീക്ഷയില്ല, ആശയറ്റു, ജനങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, മനുഷ്യ കൃഷിയിടങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല, പള്ളിയിൽ പോകാൻ കഴിയുന്നില്ല. വന്യമൃഗങ്ങളുടെ നിരന്തരമായ അക്രമമാണ്. ഈ അക്രമത്തെ തടയാൻ മന്ത്രി നേരിട്ട് അവിടെ പോയി, ഇരട്ടച്ചങ്കൻ പോയി നെഞ്ച് കാണിച്ചു കൊടുക്കുകയൊന്നും വേണ്ട. പക്ഷേ ഒരു ഗവൺമെൻറ് ഉണ്ടാകണം, ഇവിടെ അധികാരികൾ ഉണ്ടാകണം, ഭരണ സംവിധാനം ഉണ്ടാകണം, അവർക്ക് ആയുധങ്ങൾ കൊടുക്കണം, ഇതിനെ നേരിടാനുള്ള പരിശ്രമം ഉണ്ടാകണം. ഇത് വന്യമൃഗ അക്രമമല്ല, അല്ലെങ്കിൽ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റായി ലഘൂകരിക്കാൻ കഴിയില്ല. ഇത് വന്യമൃഗങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കടന്നാക്രമമാണ്, അക്രമമാണ്. ഇതിനെ തടയണം, മനുഷ്യജീവൻ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ലാത്ത അവസ്ഥയാണ്. ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണ്? നിരന്തരമായി ഇത്തരം അക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ എന്ത് നടപടിയാണ് ഗവൺമെൻറ് എടുത്തത്? നിയമസഭയിൽ ടി സിദ്ദിഖ് MLA, IC ബാലകൃഷ്ണൻ MLA, സണ്ണി ജോസഫ്, സജീവ് ജോസഫ്, ഇവരെല്ലാം നിരന്തരമായി ആവശ്യപ്പെടുന്നു. വയനാടിൻ്റെ, കണ്ണൂരിൻ്റെയും MLA മാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ നിരന്തരമായി ആവശ്യപ്പെടുന്നു. വനം മന്ത്രിയുടെ മുഖത്ത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുന്നു. മിണ്ടാട്ടമില്ല. IC ബാലകൃഷ്ണനോട് വനം മന്ത്രി പറഞ്ഞത്, നിങ്ങളുടെ പ്രസംഗം കേട്ട് ഞാൻ ലജ്ജിക്കുന്നെന്നാണ് പറഞ്ഞത്. ഈ മന്ത്രി എവിടെ? ഈ മന്ത്രി എന്തുകൊണ്ടാണ് വയനാട് സന്ദർശിക്കാത്തത്? പോളിൻ്റെ മരണമുണ്ടായി, ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോയി. മന്ത്രി കോഴിക്കോട് ഉണ്ടായിരുന്നു, അദ്ദേഹം അവിടെ പോയോ? എന്തുകൊണ്ട് പോയില്ല? ആശയട്ട ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുക്കാനും അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും ശ്രമിക്കേണ്ടത് ഭരണാധികാരികളല്ലേ? ആ ഉത്തരവാദിത്വം എന്തുകൊണ്ടാണ് കേരളത്തിലെ വനം മന്ത്രിക്ക് നിറവേറ്റാൻ കഴിയാത്തത്? ഇവിടെ എന്തുകൊണ്ടാണ് അവിടെ ഈ കർണാടക, തമിഴ്നാട്, വയനാട് ഈ ട്രൈ ജംഗ്ഷനാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നിരന്തരമായി ഉണ്ടാകുന്നതാണ്. പരിഹാരം കാണാൻ എന്ത് നടപടി ഗവൺമെൻറ് സ്വീകരിച്ചു? അവിടെ അവർക്ക് തോക്ക് കൊടുക്കുന്നുണ്ടോ? ഡ്രോൺ കൊടുക്കുന്നുണ്ടോ? ഇത്രയും പ്രശ്നമുണ്ടായിട്ട് 12 ബോൺ ഗൺ കൊടുക്കണമെന്ന് പറഞ്ഞു. ഗവൺമെൻറ് കൊടുത്തോ? ഡ്രോൺ കൊടുത്തോ ഗവൺമെൻറ്? സിംഗിൾ RRP ഗണ്ണാണ് അവിടെ ഉള്ളത്. അവിടെ വെടിവെക്കാൻ പ്രാവീണ്യമുണ്ടായിരുന്ന ഡോക്ടർ അരുൺ സക്കറിയെ പോലെ ഉള്ള ഒറ്റ ഒരാളുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പോലും അവർ വെറ്ററിനറി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റി. ഇങ്ങനെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി എടുക്കുന്നില്ല. ഒരാനയുടെ കുത്തി ഒരാളെ കൂടെ കൊന്നാൽ, അല്ല മധു, ഒരാന കൂടെ കുത്തി ഒരാളെ കൂടി കൊന്നാൽ എക്സാലോജിക് എന്ന് പറയുന്ന മാസം പിടി കേസ് ഒന്നുകൂടെ അമങ്ങിപ്പോവും. ജനങ്ങൾ മരിച്ചാലെന്ത്, വന്യമൃഗം ഇറങ്ങിയാലെന്ത്? ഇവിടെ ആരും ആരെയും രക്ഷിക്കാനില്ല. ഇരട്ടച്ചങ്കൻ നടപടിയെടുക്കണം. ഇതാണ് പ്രതിപക്ഷത്തിന്റെ കടുത്ത വിമർശനം. ശരി, പ്രകാശ് മാസ്റ്റർ മറുപടി പറയും, അദ്ദേഹത്തിന്റെ അവസരത്തിലേക്ക് വരികയും ചെയ്യാം. ശ്രീ യുവരാജ് ഗോകുൽ, കേരളം കഴിഞ്ഞ ദിവസം ഏകകണ്ഠേനയാണ് ആ പ്രമേയം പാസാക്കിയത്. കേന്ദ്ര വനം പരിസ്ഥിതി നിയമങ്ങളിൽ
വലിയ തോതിൽ കാലാനുസൃതമായ മാറ്റം വരുത്തേണ്ടതുണ്ട്. കേരളം പോലെ ഒരു ഭൂപ്രകൃതിയിൽ താങ്ങാൻ കഴിയുന്നതല്ല നിയമത്തിന്റെ കാർക്കശ്യം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം. അതിനോട് തീർത്തും അനുകൂലമല്ലാത്തൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ? അല്ല, അത് നമുക്ക് ചർച്ച നടത്തി തീരുമാനത്തിലെത്തേണ്ടുന്നതായിട്ടുള്ളൊരു വിഷയമാണ്. അത് കേവലം കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കി മാത്രം ചർച്ച ചെയ്യേണ്ടുന്നൊരു വിഷയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിൽ ഇപ്പം നമ്മൾ ശരിയാണ്, മാധ്യമങ്ങൾ ഒരുപാട് ഈ വിഷയങ്ങൾക്ക് വളരെയധികം ഫോക്കസ് കൊടുക്കുന്നുണ്ട്, വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് നാളങ്ങളായിട്ട് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ സിറ്റി മേഖലയിൽ ഇരുന്നുകൊണ്ട്, ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഇരുന്നു കൊണ്ട്, എറണാകുളം നഗരത്തിൽ ഇരുന്നു കൊണ്ട്, തൃശ്ശൂർ നഗരത്തിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ആനകളെക്കുറിച്ചിട്ടും ആനകളുടെ ഭംഗിയെക്കുറിച്ചിട്ടും ആനകളുടെ ജീവന്റെ വാല്യൂവിനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ വൈകാരികമായിട്ട് മാത്രമല്ല, വിചാരത്തോടു കൂടിയും വിവേകത്തോടു കൂടിയും കൂടി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ആനകളെ എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലണം എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഏതെങ്കിലും ഒരു പക്ഷത്ത് നിൽക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ്റെ പക്ഷത്ത് മാത്രമേ നമുക്ക് ആദ്യ ഭാഗത്ത് നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ. വയനാട്ടിലെ മനുഷ്യരോടൊപ്പം മാത്രമേ നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. കാരണം ഒരു വീട്ടിലെ ഒരു അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, മകൻ മരിച്ചു പോയി കഴിഞ്ഞാൽ, ഭർത്താവ് മരിച്ചു പോയി കഴിഞ്ഞാൽ അവരനുഭവിക്കുന്ന വിഷമം എന്താണ് എന്നുള്ള കാര്യം കണ്ടു നിൽക്കുന്ന ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരു ആന ചെരിഞ്ഞു കഴിയുമ്പോൾ, ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വളരെ വൈകാരികതയോട് കൂടിയാണ് ആൾക്കാർ അതിനെ എടുക്കുന്നത്. അതിനെ വൈകാരികതയോട് എടുക്കേണ്ട എന്നുള്ളതാണ്. നമ്മൾ മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ വൈകാരികതയോട് കൂടി നമ്മൾ എടുക്കും. നമുക്ക് അങ്ങനെ നമുക്ക് സാധിക്കുകയുള്ളൂ. പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കുന്നത് കൊണ്ട് മാത്രം ഇവിടെ എന്തെങ്കിലും ഉപയോഗമുണ്ടാകും എന്നുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നത്? ഇന്ത്യയിൽ അല്ല, ലോകത്ത് തന്നെ വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനകത്ത് ശരിക്കും എന്താണ് ഈ പറയുന്ന ഒരുപാട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് വലിയ ക്രിമിനൽ കുറ്റമാണ്. അത് ഇന്ത്യയിലാണ്, ലോകത്ത് ഒട്ടുമുക്കാൽ രാജ്യങ്ങളിലും വന്യമൃഗങ്ങളെ കൊല്ലുന്നത് ഒരു ക്രിമിനൽ കുറ്റം തന്നെയാണ്. അത് വന്യമൃഗങ്ങളാണ്. അത് കാട്ടിൻ്റെ അകത്ത് നമ്മൾ പോയിട്ട് മൃഗങ്ങളെ കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ടൊക്കെയാണ്. പക്ഷേ ഈ വന്യമൃഗങ്ങൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം നാടിനേക്കാളും സ്വാഭാവികമായിട്ടും അവരുടെ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് കാട് തന്നെയാണ്, വനം തന്നെയാണ്. അവരെന്തുകൊണ്ട് ആ വനം വിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. കാരണം വനത്തിനുള്ളിൽ അവർക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, വെള്ളം ലഭിക്കുന്നില്ല. ഞാൻ കുറച്ച് നേരത്തെ നമ്മുടെ വയനാട് BJP ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ഫോറസ്റ്റിലെ പല ഉദ്യോഗസ്ഥരും തന്നെ പറയുന്നുണ്ട്, വനത്തിനകത്തൊക്കെ വലിയ മൈതാനങ്ങൾ പോലെയാണ് ഇപ്പോൾ വെളിമ്പ്രദേശങ്ങളിൽ ഡെവലപ്പായിരിക്കുന്നത്. വെച്ചാൽ മരങ്ങളിൽ അവിടെ ഭക്ഷണമില്ല, പുല്ലില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് മൃഗങ്ങൾ എവിടേക്ക് പോകും? ഈ പറയുന്ന മാനാവട്ടെ, മറ്റ് സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളാവട്ടെ, ഇതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരികയാണ്. അവർക്ക് ഇവിടെയാണ് കൂടുതൽ ആഹാരം കിട്ടുന്നത്. ഇതെല്ലാം നാട്ടിലേക്ക് ഇറങ്ങി വരുന്നതോടുകൂടി തന്നെയാണ് കടുവ പോലെയുള്ള ബാക്കി കാർണിവോറസ് ആയിട്ടുള്ള മൃഗങ്ങൾ അവരും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഇതെല്ലാം നാട്ടിലേക്ക് വരുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ദീർഘദൃഷ്ടിയില്ലാതെ ഇപ്പൊ ഇവിടെ ഇരുന്നുകൊണ്ട് നയപരമായിട്ട് അങ്ങനെ ഇങ്ങനെ ഇപ്പൊ ഇന്ന് നമ്മൾ പ്രമേയം പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നാളെ കേന്ദ്ര നിയമമാക്കി തിരിച്ചു തരണം എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് വനങ്ങൾക്ക് ഇത് സംഭവിച്ചത്? യാതൊരു തത്വദീക്ഷയുമില്ലാതെ തേക്ക്, അക്വേഷ്യം പോലുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കാട് വനം മരം നടിയിൽ പരിപാടികളെ കൊഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് വനങ്ങളെ മുഴുവൻ ഊഷര ഭൂമിയാക്കി മാറ്റി അവിടെ മുഴുവനും വെള്ളം മറ്റ് ചെടികൾക്ക് കിട്ടാത്ത സാഹചര്യം ഉണ്ടാക്കി. ഇത് കുറച്ച് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നമാണ്. നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ അടിയന്തിരമായി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യം കക്ഷി രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം മാറ്റിവെച്ച് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇത് ജനങ്ങളുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ജീവിതത്തിനെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, ജനങ്ങളുടെ നേരിട്ട് ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇത് വയനാട്ടിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പ്രശ്നമല്ല, ഇത് ഇടുക്കിയിൽ നിൽക്കുന്ന പ്രശ്നമാണ്, ഇത് കണ്ണൂരിൽ ഇരിട്ടിയിൽ നിൽക്കുന്ന പ്രശ്നമാണ്, ഇത് പല മേഖലകളിലും നിൽക്കുന്ന പ്രശ്നമാണ്. നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത് കൊണ്ട് മാത്രം ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള പരിഹാരമോ പോംവഴിയോ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. വനം മന്ത്രി അദ്ദേഹത്തിന് ആത്മാർത്ഥതയുണ്ട് എന്നുണ്ടെങ്കിൽ നാളുകളായി നാട്ടിൽ ഈ പ്രശ്നം തുടങ്ങിയിട്ട് നാളുകളായി, 1-2 ദിവസമല്ല, 3 ജീവൻ ഇതിനോടകം നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കുട്ടികളെ സ്കൂളിൽ വിടാൻ പറ്റാതെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. പക്ഷേ ഇതുവരെയായിട്ടും അദ്ദേഹത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും സാധിക്കാത്ത തലത്തിലുള്ള തിരക്കാണ് വനം മന്ത്രിക്കുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇതിനകത്ത് പറയാൻ കഴിയുക? ഞാൻ ഒരു കുറ്റപ്പെടുത്തലുകളിലേക്ക് പോകുന്നില്ല. പക്ഷേ സംസ്ഥാന സർക്കാരായിരുന്നാലും ശരി, അവിടുത്തെ MP ആയിരുന്നാലും ശരി, ജനപ്രതിനിധികളായിരുന്നാലും ശരി, കൃത്യമായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ട് ഇരിക്കുവാനും ചർച്ച ചെയ്യുവാനും ഇതിനകത്തൊരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഡിസിഷനിലേക്ക് എത്തുവാനും എത്രയും വേഗം നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ്. ഫാദർ
കുര്യാക്കോസ് വെള്ളച്ചാലിൽ അതിഥികൾ എല്ലാവരും പറയുന്നത്, നേരത്തെ ഞാനും സൂചിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് വളരെ സാങ്കേതികമായി രണ്ട് വശങ്ങൾ അല്ലെങ്കിൽ പല വശങ്ങൾ ചർച്ച ചെയ്യുന്നത് പോലെ അല്ല. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ തൊട്ടില്ല എന്ന മട്ടിലാണ് കടുവയുടെ വായിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവരെത്രയോ കാലമായി ജീവിക്കുന്ന മേഖല, ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. പട്ടാപ്പകൽ അത്രയും സങ്കീർണമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് വയനാട് അത്രയും വലിയ ഒരു പ്രക്ഷോഭം ഉണ്ടായത്. ഒരു ഹർത്താൽ ആഹ്വാനത്തോട് സാധാരണഗതിയിൽ സാധാരണക്കാർ പ്രതികരിക്കുന്ന രീതിയിലുമല്ല അവിടെ ഉണ്ടായ ആൾക്കൂട്ടം എന്ന് പറയുന്നത്. ഇന്നത്തെ ദിവസത്തെ ഈ സമരം കൊണ്ട് വയനാടിന്റെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടോ? നിലവിൽ നമുക്ക് ആ തരത്തിലേക്ക് ഒരു വിശ്വാസത്തിലേക്കൊന്നും എത്താൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ ഉദ്യോഗസ്ഥ അതുപോലെ തന്നെ ഭരണകൂടത്തിൻ്റെ വലിയ വീഴ്ച കാണേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഒരു അപകടമുണ്ടായിട്ട് നമ്മുടെ ഇവിടെ ഒരു ഉദ്യോഗസ്ഥന്മാർ എത്തുകയും ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനും അതോടൊപ്പം ഈ പ്രശ്നം ചർച്ച ചെയ്യാനും എത്ര വൈകിയാണ് അവർ വന്നതെന്നുള്ളത് ഇവിടുത്തെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. രാവിലെ 9 മണി കഴിഞ്ഞ് 9:30 ഡെഡ് ബോഡി ഈ പുൽപ്പള്ളിയിൽ എത്തിയിട്ട് 12 മണി കഴിയേണ്ട വന്നു ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരാൾക്ക് അവിടെ എത്താൻ. ഇത്രമാത്രം മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ലെന്നല്ലേ എൻ്റെ അർത്ഥം. മനുഷ്യജീവന് വയനാടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ യാതൊരുവിധ സുരക്ഷയുമില്ല. അതുകൊണ്ടാണ് ഇന്ന് ജനം ഇത്രമാത്രം സംഘടിച്ചത്. ഹർത്താലായിരുന്നു, വാഹന സൗകര്യമില്ല. എന്നിട്ടും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ ഓടിക്കൂടി. കാരണം ഇത് ഒരു കുടുംബത്തിൻ്റെ പ്രശ്നമല്ല, ഒരു പ്രദേശത്തിൻ്റെ പ്രശ്നമല്ല. ഇതിന്ന് ഈ ജില്ലയുടെ മുഴുവൻ പ്രശ്നമായി ജനം മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ എനിക്കല്ലെങ്കിൽ മറ്റൊരാൾക്കിത് സംഭവിക്കുമെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതിന് ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാകണം. ഇവിടെ മെട്രോപൊളിറ്റൻ സിറ്റികളിലിരുന്നിട്ട് ആളുകൾക്കത് ചർച്ച ചെയ്യുന്നത് ഒരു കൗതുകമാണ്. എന്നാൽ ഈ നാട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഈ ക്രൂര മൃഗങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിട്ട് ജീവിക്കുന്നവരെ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ആക്രമണമുണ്ടായി, മരിച്ചവരുടെ സ്ഥിതി ഒരു ഭാഗത്ത്, അവരുടെ കുടുംബത്തിൻ്റെ അത്താണി നഷ്ടപ്പെട്ടു. മറ്റൊന്ന്, ഈ ആക്രമണമുണ്ടായി അതിൻ്റെ ഷോക്കിൽ നിന്ന് ഇന്ന് വരെയും വിമുക്തരാകാത്ത എത്രയോ ആളുകളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ അപകടത്തിൽ അജീഷിൻ്റെ ആ മരണത്തിൽ സംഭവിച്ചത്, ആന ആക്രമിച്ച് വേണ്ടി കടന്നു ചെന്ന ആ കുടുംബത്തിൻ്റെ സ്ഥിതി, ഇതുവരെയും അവർ ആ ഷോക്കിൽ നിന്ന് വിമുക്തരായിട്ടില്ല. ഇന്നലെ ഉണ്ടായ സംഭവത്തിൽ നിന്ന് ആ കുടുംബത്തെ ആര് രക്ഷിക്കും? അപ്പോൾ ഇവിടെ ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? വനവും അതുപോലെ തന്നെ നാടും തമ്മിൽ വേർതിരിക്കപ്പെടണം. വർദ്ധിച്ചു വരുന്ന ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ വനസംരക്ഷണം നടക്കണം. അവിടെ യൂക്കാലിപ്സും തേക്കും കൊണ്ട് നട്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ വെള്ളം ഉണ്ടാകുക, പുല്ലുണ്ടാകുക? ഇത് ചെയ്തത് പാവപ്പെട്ട ജനങ്ങളല്ല. അതാര് ചെയ്തു? അത് പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഒരു ക്രമാതീതമായി ഇത് വംശവർധന ഉണ്ടായാൽ അത് വിദേശ രാജ്യങ്ങളൊക്കെ വളരെ ക്രിയാത്മകമായിട്ട് അത് കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഒരു നിയന്ത്രണത്തിൻ്റെ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാകണ്ടേ? മനുഷ്യജീവന് പുല്ലുവില എന്ന നിലയിലേക്ക് ഇന്ന് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതാണ് ഇന്ന് ജനങ്ങൾ ഇത്രമാത്രം സംഘടിക്കാൻ കാരണമായിരിക്കുന്നത്. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, നമുക്ക് രാഷ്ട്രീയ ആരോപണങ്ങൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും പരമാവധി അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം എന്നുള്ളതാണ് വിചാരിക്കുന്നത് ഈ ദിവസമെങ്കിലും. പക്ഷേ അച്ഛൻ പറഞ്ഞു വെച്ച ഒരു കാര്യം, കാടും നാടും തമ്മിൽ വേർതിരിക്കേണ്ടതുണ്ട്. ഇന്ന് വയനാട്ടിൽ നിന്നുള്ള വിദഗ്ധരായ പലരെ നമ്മൾ ഈ വാർത്താ സമയങ്ങളിലൊക്കെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന സമയത്ത് അവരൊക്കെ പറയുന്നത്, ഒരു 1000 കോടി രൂപയുടെ ഒരു പദ്ധതി ആവിഷ്കരിച്ചാൽ കാടും നാടും തമ്മിൽ കൃത്യമായി വേർതിരിച്ച് ആനകൾക്കൊന്നും കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ ഫെൻസ് ചെയ്തോ കിടങ്ങു കുഴിച്ചോ ഒക്കെ വേർതിരിവുണ്ടാക്കി അതിനെ കുറച്ചുകൂടി ശാസ്ത്രീയമായി സമീപിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ്. പക്ഷെ നമുക്കറിയാം നമ്മൾ എത്ര പണമാണ് അതിനുവേണ്ടി മാറ്റിവെക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ. അവിടെയാണ് വയനാട്ടുകാർ ചോദിക്കുന്നത്, ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ പ്രയോറിറ്റി അല്ലേ എന്നുള്ളത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ ജീവിച്ച് ഇങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മരിച്ചുപോയാൽ നിങ്ങളെ അത് ബാധിക്കുകയില്ലേ എന്ന് ചോദിക്കുന്നത്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ ഈ വിഷയത്തിൽ തന്നെ ചികിത്സ വൈകി എന്നൊരു ആരോപണം ഉന്നയിക്കുന്നത് കുടുംബമാണ്. ഇല്ല എന്ന് സർക്കാർ നിഷേധിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയുന്നത് അതിനിരയായവരാണ്.
അവരുടെ വാക്കുകൾക്കാണല്ലോ വില കൊടുക്കേണ്ടത്. അങ്ങനെ പല കാര്യങ്ങളിലുള്ള അവഗണന കൂടിയാണ് അവരുടെ വേദന. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ 2 സംഭവങ്ങൾ തുടർച്ചയായി ഉണ്ടായതുകൊണ്ട് വയനാട് ശ്രദ്ധാകേന്ദ്രമാകുന്നതാണ്. ഇത് തന്നെയാണ് ഇടുക്കിയുടെ നില. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെല്ലാം രാജ്യത്താസകലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് വന്നിരിക്കുന്നു. അത് നേരത്തെ ഉള്ളതിനേക്കാൾ എത്രയോ ഏറെ കഴിഞ്ഞ 4 ഇപ്പോൾ അഖിലേന്ത്യാടിസ്ഥാനം നടന്നിരിക്കുന്ന ആക്രമണങ്ങളുടെയും മരിച്ചവരുടെയും എണ്ണം പരിശോധിക്കുമ്പോൾ നേരത്തെ 5 വർഷം മുമ്പുള്ളതിൻ്റെ ഏതാണ്ട് 3 ഇരട്ടിയാണ്. ഈ കേരളത്തിലും ഏതാണ്ട് സമാനമായിട്ടുള്ള നിലയാണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു പുതിയ പ്രശ്നമായിട്ട് രാജ്യത്താകുമെന്ന് വരികയാണ്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തോട് ഈ നിയമങ്ങളെല്ലാം കേന്ദ്ര നിയമമാണ്, ഒന്നും സ്റ്റേറ്റ് നിയമങ്ങളല്ല. കാരണം വനം കേന്ദ്ര ലിസ്റ്റിൽപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഈ നിയമങ്ങളല്ല, ഞാൻ രാഷ്ട്രീയം പറയേണ്ടതില്ല എന്ന് പറഞ്ഞു പോവുകയായിരുന്നു മാഷ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അവിടെ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ രാജ്യത്താകമാനമുള്ള നിലയോ കേന്ദ്ര നിയമങ്ങളിലെ കാർക്കശ്യമോ ഇതെല്ലായിടത്തും നടക്കുന്നതാണ്. 2 സംഭവങ്ങൾ മാത്രം ഒരാഴ്ചക്കുള്ളിൽ ഉണ്ടായതുകൊണ്ട് ഇത് സാങ്കേതികമായ ശ്രദ്ധ ആകർഷിച്ചതാണ് എന്നൊന്നും പറഞ്ഞാൽ മനസ്സിലാകുന്ന മനുഷ്യരല്ല ഇന്ന് അവിടെ നിന്നത്. അവനവന്റെ വീട്ടിൽ, അവനവന്റെ കുടുംബത്തിൽ, അവനവന്റെ അച്ഛന്, മകന്, കുഞ്ഞുങ്ങൾക്ക്, പ്രിയപ്പെട്ടവർക്ക് ഒക്കെ ജീവനഷ്ടം ഉണ്ടാകുന്ന മനുഷ്യരോട് ഈ രീതിയിൽ പറഞ്ഞാൽ അവർക്കത് ഒരുപക്ഷെ മനസ്സിലായി എന്ന് വരില്ല. അല്ല, ഇവിടെ ഇപ്പോൾ പഴവളം അത് പറഞ്ഞപ്പോൾ എന്തോ ഈ എക്സാലോജിക്കിൻ്റെ വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ ആനയെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അയച്ചു എന്ന് പറയുന്ന പോലെ ഉള്ള കാര്യത്തിൽ നിന്ന് മറുപടി പറയുന്നില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയം ഇന്ത്യയിലെ കർഷക പ്രസ്ഥാനങ്ങൾ നിരവധി കാലമായിട്ട് ഉന്നയിക്കുകയാണ്. ഇപ്പോൾ തോക്ക് കൊടുത്തോ ചോദിച്ചല്ലോ, ഞാൻ ചോദിക്കട്ടെ, തോക്ക് കൊടുക്കാൻ അധികാരമുണ്ടോ? ഇതല്ലേ വിഷയം. ഇപ്പോൾ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഇതിനകത്ത് നിലവിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുള്ള എല്ലാ അധികാരവും ഫോറസ്റ്റ് കൺസർവേറ്റർ കൊടുക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ പറയുന്ന മയക്കുവടി ഉൾപ്പെടെ വെക്കാൻ വേണ്ടി കഴിയും. അത് തരേണ്ടത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രൂപത്തിൽ പന്നികളെ വെടിവെക്കാൻ കേരളത്തിലെ ഗവൺമെൻറ് ഉത്തരവ് പുറപ്പെടുവിച്ചു. അതിൽ പിന്നീട് ഇതിൽ മാറ്റം വരുത്തി കുറേ കൂടി ഇതിന് അധികാരമാക്കുന്നതിന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വെടിവെക്കാൻ അധികാരം ഉൾപ്പെടെ കൊടുത്തു. 2023 ഫെബ്രുവരിയിൽ 1 വർഷം കൂടി അതിൻ്റെ കാലാവധി കിട്ടി. എന്താ കേന്ദ്ര നിലപാട്? ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്യജീവികൾ ആളുകളെ കൊല്ലുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ആളുകൾക്ക് ജീവൻ മാത്രമല്ല, കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ടോ? വനാതിർത്തിയിലുള്ള ആളുകൾക്ക് ഇപ്പോൾ കൃഷി ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ലല്ലോ. അവരവിടെ വീടിൽ നിന്ന് മാറിയിട്ട് നഗരപ്രദേശങ്ങളിലേക്ക് വരികയാണ്. ഇങ്ങനെ വനാതിർത്തിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങൾ ആളുകൾക്ക് താമസിക്കാൻ കഴിയാത്ത കേന്ദ്രങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിന് പരിഹാരമുണ്ടാവണം. ഇതിന് പരിഹാരമുണ്ടാക്കാൻ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒറ്റയതേ ഉള്ളൂ. സംസ്ഥാന കമ്മിറ്റി ഇപ്പോൾ ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് മീറ്റിംഗ് വിളിച്ചു ചേർത്തു. ഇപ്പോൾ നാളെ അവിടെ വയനാട് പ്രത്യേക മീറ്റിംഗ് നടക്കാൻ പോവാണ്. 10-27 തീരുമാനങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എടുത്തു. വ്യത്യസ്ത മേഖലയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടുത്തെ MLA പങ്കെടുത്തു, അവിടുത്തെ മന്ത്രിമാർ പങ്കെടുത്തു, എല്ലാവരും പങ്കെടുത്തുകൊണ്ടുള്ള മീറ്റിംഗ് നടത്തിയിട്ട് തീരുമാനമെടുത്തു. പക്ഷേ ആന കടന്നു വരുന്നതിന് ഇത് തടസ്സമാവില്ല ഈ തീരുമാനം, അല്ലെങ്കിൽ കടുവ കടന്നു വരുന്നതിന് ഈ തീരുമാനങ്ങൾ തടസ്സമാവില്ല. ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ 1, വനാതിർത്തിയിൽ ജീവികളെ തളച്ചിടാൻ സംവിധാനം വേണം. 2, വളരെ ഗുരുതരമായ നിലയ്ക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ആ ജീവിയെ നശിപ്പിക്കാൻ, അതിന് കള്ളിങ് നടത്താൻ അനുവാദം ഉണ്ടാവണം. അത് പിന്നെ അതായിപ്പോൾ ഈ നമ്മുടെ ഫെബ്രുവരി 13 പ്രമേയത്തിൽ ആവശ്യപ്പെട്ട കാര്യം അതാണ്. ഈ ചില ജീവികളെ ഒരു പരിധിക്കപ്പുറം എണ്ണം വരുമ്പോൾ അതിനെ ക്ഷുദ്രജീവികളായിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനെ കൊല്ലാൻ അധികാരം വേണം. ഇപ്പോൾ പന്നി, കാട്ടുപന്നിയുടെ ആക്രമണം എത്രമാത്രം ശക്തിപ്പെട്ടതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പിന്നെ പന്നി കുത്തി ആളുകൾ മരിക്കുകയല്ലേ. അതുപോലെ ചില ആനകളിപ്പോൾ ആനകൾ വർദ്ധിക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന നില ഉണ്ടാകുന്നതെന്ന് പറയുന്ന ആളുകളുണ്ട്. ശരിയല്ല. ഒരു 2017 ആനകളുടെ കണക്കെടുക്കുമ്പോൾ ഉള്ള അത്രയും ആന ഇപ്പോൾ കേരളത്തിലില്ല. എന്ന് മാത്രമല്ല, ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആനകൾ, ആക്രമിക്കുന്ന ആനകൾ പലതും ഈ കേരളത്തിലെ ആനയല്ല, അന്യ സ്റ്റേറ്റിലെ ആനകളാണ്. അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ തീരുമാനിച്ചു കേരളവും കർണാടകവും അതുപോലെ തമിഴ്നാടും ചേർന്ന് ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ പ്രത്യേക സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ വയനാട്ട് മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള വാർ റൂം ആരംഭിക്കണം. ഉദ്യോഗസ്ഥന്മാരെ അവിടെ വിന്യസിക്കാൻ വേണ്ടി തീരുമാനിച്ചു. നിരവധി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും ആക്രമണങ്ങൾ തുടരുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ എല്ലാവരും ഉന്നയിച്ച വിമർശനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ട മന്ത്രിമാർ അവിടേക്ക് എത്താത്തത്, വനം മന്ത്രി എത്താത്തത്? ഉന്നതതല യോഗത്തിന് വേണ്ടി 3 മന്ത്രിമാർ അവിടേക്ക് ചെല്ലാൻ ഉള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. തത്വത്തിൽ ഞാൻ ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് അതിന്റെ ഒരു അത്യാവശ്യം മനസ്സിലാക്കാൻ കഴിയാത്തത്? നമുക്ക് നമ്മുടെ മന്ത്രിമാർക്ക്, മുഖ്യമന്ത്രിമാർക്ക് ഒക്കെ പെട്ടെന്ന് ചെല്ലണമെങ്കിൽ ഹെലികോപ്റ്റർ സൗകര്യം അടക്കമുണ്ട്. ഇവിടെ അത്രയും വലിയ ജനകീയ പ്രതിഷേധം നടക്കുകയാണ്. ഇന്ന് 2 തവണ അതിനെതിരെ ലാത്തി ചാർജ് ഉണ്ടായി. ആരെയാണ് തല്ലുന്നത് എന്നത് ഓർക്കണം. മൃഗങ്ങളെ പേടിച്ച് ഓടി വന്ന മനുഷ്യരെയാണ്
മനുഷ്യൻ തല്ലുന്നത് അതൊക്കെ ഭയങ്കര വിരോധാഭാസമാണ്. ഈ സമീപനമാണോ വേണ്ടത്? അവരവരുടെ ജീവൽ പ്രശ്നം പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഒരുപക്ഷെ അവർ 2 സർക്കാർ വണ്ടി തകരാറിലാക്കിയിട്ടുണ്ടായിരിക്കാം. പോലീസിനെതിരെ ചിലപ്പോൾ കുപ്പിവെള്ളമോ കസേരയോ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരിക്കാം. അതൊരു സംവിധാനമാണ്. പോലീസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് മെഷീനറിയാണ്. സ്റ്റേറ്റിനോടുള്ള പ്രതിഷേധത്തെ ഒരുപക്ഷെ അവർക്ക് നേരിടേണ്ടി വരും. അതിനെ തിരിച്ചു തല്ലുകയാണോ ചെയ്യുക? ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ നമ്മുടെ രാജ്യം ഒരു നിയമം നിലവിലുള്ള രാജ്യമാണല്ലോ. നിയമസമാധാന പ്രശ്നങ്ങളെ നിയമസമാധാന പ്രശ്നത്തിലേ പരിഗണിക്കാൻ വേണ്ടി കഴിയൂ. പ്രതിഷേധം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവുന്നിരുന്നു. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ പറയുന്ന ഹർത്താലിൽ പങ്കെടുത്തല്ലോ. എന്നാൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം ഇടപെടുന്ന ചില ശക്തികളുണ്ട്. നിങ്ങൾക്കും അറിയാതെ നിശ്ചിത താല്പര്യക്കാൾ എല്ലാ രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ പ്രവർത്തിക്കേണ്ടത് സംവിധാനത്തിന്റെ ഉത്തരവാദിത്വമല്ലേ? ഇപ്പൊ ഒരു വെള്ളക്കുപ്പി വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞ് എന്ത് പ്രശ്നമാണ് ഉണ്ടാവുക? പോലീസുകാരെ പോയി ചർച്ച നടത്തുന്നത്. അല്ല, ചർച്ച മാത്രമല്ല, ലാത്തി ചാർജും ഉണ്ടായി. അത് കാണാതെ പോകരുത്. ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ. പക്ഷേ അല്ല, ഇത്രയേ ഉള്ളൂ. മൃഗങ്ങളെ പേടിച്ച് ഓടി വരുന്ന മനുഷ്യനെ മനുഷ്യൻ തല്ലാൻ പാടുണ്ടോ? അല്ല, ഇത് മൃഗങ്ങളെ പേടിച്ച് ഓടി വരുന്ന ജനം ഒരാളെ കൊല്ലുന്നു. അപ്പോ അത് നിയമപരമായിട്ട് പിന്നെ പറയാൻ കഴിയോ? ഇന്ന് നടന്ന കാര്യം, തല്ലിയ കാര്യമാണ് പറഞ്ഞത്. അതിൽ അല്ലെ, തല്ലിയ കാര്യം പറയുമ്പോൾ കൊന്നാലോ എന്ന് ചോദിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. അതാ പറഞ്ഞത്. നിയമം കയ്യിലെടുക്കുമ്പോ സ്വാഭാവികമായ നടപടികളല്ലേ ഉണ്ടാവുക. അത് ഏത് ഗവൺമെന്റ് കാലത്തും അങ്ങനെ ശരിയാണ്. 2 വാഹനങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്നത് ശരിയാണ്. ഒരു പോലീസുകാരന് പരിക്കേൽക്കുന്ന ദൃശ്യം ഞാൻ ആ ദൃശ്യത്തിൽ കണ്ടു. എനിക്ക് ഏകപക്ഷീയമായി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ ദൃശ്യങ്ങളിൽ കണ്ടു എന്ന് തന്നെ പറയുന്നത്. പക്ഷേ പോലീസിന്റെ ലാത്തി ചാർജിലും സമരക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്, തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 2 ഭാഗത്തു നിന്നും ഉണ്ടായി. ഞാൻ ചോദിക്കുന്ന, കൂടുതൽ സംയമനം പാലിക്കേണ്ടത് ആരാണ്? ഏത് വ്യവസ്ഥിതിയാണ്? അല്ല, ഇതില് ഗവൺമെന്റ് ജനങ്ങളുടെ പക്ഷത്താണ്. ഈ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ജനങ്ങളുടെ പക്ഷത്താണ്. അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നത്തിന്റെ പേരെ ഒരു ഹർത്താലിലടക്കം പങ്കെടുക്കാൻ ഭരിക്കുന്ന മുന്നണി തീരുമാനിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഈ വിഷയത്തിന്റെ ഗൗരവം നല്ലതുപോലെ ബോധ്യമുള്ളതുകൊണ്ടാണ്. പരിഹരിക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് മാത്രമാവുന്ന ഒരു വിഷയമല്ല ഇത്. ആനകൾ അന്യ സംസ്ഥാനത്ത് ഉൾപ്പെടെ ഇങ്ങോട്ട് കടന്നു വരികയാണ്. ഈ പിന്നെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്ന വയനാട്ടിലെ ആനകൾ കേരളത്തിലാണോ? അല്ലല്ലോ. അപ്പോൾ ഇത് പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പരിഹരിക്കുന്നതിന് ആരാണ് മുൻകൈ എടുക്കേണ്ടത്? പരിഹരിക്കാൻ ആവശ്യമായ പ്രധാന കാര്യം ആരാണ് ചെയ്യേണ്ടത്? അങ്ങനെ വയനാടിന്റെ ഈ അതിജീവന പ്രശ്നത്തെ പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ലേ? കേന്ദ്രത്തിന്റെ ഈ നിയമത്തിൽ ഇളവ് വരുത്തിയാൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമാണോ വയനാട്ടിലുള്ളത്? 9 മാസം കൊണ്ട് 85 മനുഷ്യരുടെ ജീവൻ പൊലിഞ്ഞുപോയി. ഞങ്ങൾ ഇവരോട് ചോദിക്കുന്നത്, ഇവരെ ഞങ്ങൾ രാഷ്ട്രീയമായി വേട്ടയാടുമെന്നല്ല. നിങ്ങളൊക്കെ മനുഷ്യരാണോ? കേരളത്തിലെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്തു? എന്ത് നടപടിയെടുത്തു? ഫോറസ്റ്റ് ആക്ടിൽ മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾ എന്ത് നടപടി എടുത്താൽ മാറ്റട്ടെ. ഞങ്ങളും തയ്യാറാണതിന്. ഫോറസ്റ്റ് ആക്ടിൽ മാറ്റം വരട്ടെ. ഇവിടെ ഞങ്ങൾ ഇപ്പോൾ KPCC പ്രസിഡന്റ് കെ സുധാകരനും VD സതീശനും പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ സമരാജ്ഞി നയിച്ചു വരികയാണ്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലൊക്കെ ഞങ്ങൾ പോയി, മലപ്പുറത്തൊക്കെ. ഞാൻ 2 ഉദാഹരണം മാത്രം നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഈ ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ, ഇവരുടെ നിഷ്ക്രിയത്വം അത് തെളിയിക്കാൻ വേണ്ടി. 2 വർഷം മുമ്പ് മരിച്ച ആളാണ്. ഭാര്യയ്ക്കൊപ്പം പള്ളിയിലേക്ക് പോയപ്പോൾ പേരാവൂർ പെരിങ്കരിയിലെ ജസ്റ്റിനെ ആന കൊലപ്പെടുത്തി. വൈഫ് അൽഫോൺസ KPCC പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും കാണാൻ വന്നിരുന്നു. ഇതുവരെ ആ കുടുംബത്തിനെ ആശ്വാസിപ്പിക്കാൻ ഒരു സഹായം ഈ ഗവൺമെന്റ് കൊടുത്തില്ല. ഒരു സഹായം. ജസ്റ്റിൻ മരിച്ചിട്ട് അൽഫോൺസ എന്ന് പറയുന്ന സാധുവായിട്ടുള്ളൊരു വിധവ അവിടെ വന്ന് അവർ കണ്ണീര് ഒരു പരസഹായവുമില്ലാതെ വിഷമിക്കുകയായിരുന്നു ആ സഹോദരി. അതുപോലെ ആലക്കോട് പാത്തൻപാറ ആത്മഹത്യ ചെയ്ത കർഷകൻ ജോസിൻ്റെ ഭാര്യ ലിസി വന്നു. ജോസ് എന്താണ് ആത്മഹത്യ? 5000 മൂട് വാഴയും മറ്റ് കൃഷിയും പന്നിക്കൂട്ടം നശിപ്പിച്ചു. ബാങ്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതെ അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു ഗത്യന്തരവും ഇല്ലാതെ ജോസ് ആത്മഹത്യ ചെയ്തു. ആ കുടുംബത്തിന് ഒരു സഹായവും ഈ മന്ത്രിമാരും അവിടെ ചെന്നില്ല, അന്വേഷിച്ചില്ല. ഒരു സഹായം ഈ ഗവൺമെന്റ് കൊടുത്തില്ല. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തും എന്നൊരു അറിയിപ്പ് വന്നിട്ടുണ്ട്. ഇന്ന് IC ബാലകൃഷ്ണനും ഒപ്പം T സിദ്ദിഖും ഒക്കെ അവിടെയുണ്ട്. അവർക്കെതിരെ പോലും ഒരു ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയാണ് അജീഷിന്റെ കൊലപാതകം അവിടെ ഉണ്ടാകുന്നത്. MP-ക്ക് ഒരു ഉത്തരവാദിത്വമില്ലേ? മധു, എത്ര നിഷ്കളങ്കമില്ലാത്ത ചോദ്യമാണത്.
രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഇതുപോലെയുള്ള ദുഷ്ടശക്തികൾക്കെതിരായി നടത്തുന്ന വലിയൊരു ഭാരത് ജോഡോ ന്യായ യാത്രയിലാണ് നിങ്ങൾക്കും എനിക്കും ഈ വയനാട് ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ പരിപാടിയാണ് അദ്ദേഹം അത് ഒരു രാഷ്ട്രീയ പരിപാടിയാണ്. വയനാട്ടിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവരിതാ ഇപ്പോൾ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വെച്ച പ്രതിരോധം എന്ന് പറയുന്നത്, അതിനൊപ്പം നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഒറ്റ ദിവസത്തെ യാത്ര മതി അല്ലേ നമ്മുടെ കാലത്ത്? അപ്പൊ ആ ഒരു ദിവസം മാറ്റിവെക്കാനില്ല എന്നുണ്ടോ? മധു, ഒരു ദിവസം മാറ്റി വെച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നിങ്ങൾ ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധിയോടല്ല. അദ്ദേഹം വയനാട് എന്ത് ആവശ്യമുണ്ടെങ്കിലും അവിടെ ഓടിയെത്താറുണ്ട്. നിങ്ങൾ ചോദിക്കേണ്ടത് തിരുവനന്തപുരത്തുള്ള മുഖ്യമന്ത്രിയോടാണ്. അല്ലല്ല, അങ്ങനെ ഏകപക്ഷീയമായ ചോദ്യവും പറച്ചിലുമൊന്നുമില്ല. ഞങ്ങൾ ആരോട് ചോദിക്കണം എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് രാഷ്ട്രീയമായ നിലപാട് പറയാനും കഴിയില്ല. ശ്രീ പഴകുളം മധു, അങ്ങനെയാണെങ്കിൽ CPM-കാര് നിങ്ങൾ പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കൂ, നിങ്ങൾ വയനാട് MP-യോട് ചോദിക്കൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വയനാട് MP-യോട് മാത്രം ചോദിച്ചുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ, എല്ലാവരോടും ചോദിക്കാനുള്ളത് ചോദിക്കണം എന്നുള്ളതാണല്ലോ ജനാധിപത്യ രീതി. അപ്പോ മുഖ്യമന്ത്രി പോയില്ല, മന്ത്രിമാർ പോയില്ല എന്ന് കോൺഗ്രസ് ചോദിക്കുന്നുണ്ടെങ്കിൽ MP വന്നില്ല എന്ന് CPM-കാരും ചോദിക്കുന്നുണ്ട്. ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പറയൂ മധു, ചോദിച്ചോളൂ, താങ്കൾക്ക് ചോദിക്കാം. ഞങ്ങൾ ആ ചോദ്യത്തെ വളരെ മര്യാദയോടുകൂടി കേൾക്കും. ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധി അവിടേക്ക് വന്നു കഴിഞ്ഞല്ലോ, അപ്പോൾ അത് പ്രശ്നമില്ല. എന്നാൽ ഇവിടെ പ്രശ്നം എന്താണ്? ഈ കർഷകർ അനുഭവിക്കുന്ന ദുരന്തങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഗവൺമെന്റ് കഴിയുന്നില്ല. ഇവർ ഇരുട്ടിൽ തപ്പുകയാണ്. ഇവരിനി എങ്ങനെ ജീവിക്കും? ഈ വയനാട്ടിൽ മാത്രമല്ല, ഇത് കണ്ണൂരിലുണ്ട്, പാലക്കാട്ടുണ്ട്, മലപ്പുറത്തുണ്ട്, പത്തനംതിട്ടയിലുണ്ട്, കേരളമെമ്പാടുമുണ്ട് വന്യമൃഗങ്ങൾ. ഇപ്പൊ നഗരങ്ങളിൽ പന്നി ഇറങ്ങുകയാണ്. ഈ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ കഴിയുന്നു? ഈ ഗവൺമെന്റിലെ വനം മന്ത്രിക്ക് എന്താണ് ജോലി എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധി വരണം എന്ന ആഗ്രഹത്തിൽ ഒരു തെറ്റുമില്ല. അദ്ദേഹം വന്നല്ലോ. ഈ കേരളത്തിലെ ഗവൺമെന്റ് ഒന്നും നഷ്ടപരിഹാരം ചെയ്യേണ്ടത്. എന്റെ പൊന്നെ, അദ്ദേഹം വന്നല്ലോ. വന്ന ആളുടെ തോളിലോട്ട് നമ്മൾ കയറണ്ട. അദ്ദേഹം വന്നല്ലോ, വരാത്തവരുടെ തോളിൽ കയറ്. അതല്ലേ പറയുന്നത്? വനാതിർത്തിയിൽ ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് ഒരു കൃഷിയും ചെയ്യാൻ സാധിക്കുന്നില്ല. ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. വയനാടിന്റെ ചുമതലയുള്ള വനം മന്ത്രിയോട് ഇത് നിരവധി തവണയായി അസംബ്ലിയിലും പുറത്തും ചോദിക്കുന്നു. അദ്ദേഹം അന്വേഷിക്കുന്നില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അദ്ദേഹം ഇന്ന് അവിടെ എത്തിയിരുന്നെങ്കിൽ ഈ രോഷമെല്ലാം ഇന്ന് ഏറ്റുവാങ്ങിയത് ടി സിദ്ദിഖും IC ബാലകൃഷ്ണനുമാണ്. അവർക്ക് ജനങ്ങൾ അങ്ങനെ എന്ത് പറയാൻ കഴിയും? അവിടെ പ്രതിപക്ഷ MLA-മാരാണ്. മാനന്തവാടിയിൽ ഒരു MLA ഉണ്ട്, അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവരുടെ ഒരു നേതാവ് അങ്ങോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ MLA-മാരാണ് ഈ രോഷം മൊത്തം ഏറ്റുവാങ്ങാൻ വേണ്ടി, അവരുടെ കണ്ണീരൊപ്പാൻ വേണ്ടി ആ സമരഭൂമിയിൽ പോയ ഞങ്ങളുടെ MLA-മാരാണ്. അവരാണ് ഈ രോഷം ഏറ്റുവാങ്ങുന്നത്. ആ രോഷം ഏറ്റുവാങ്ങാനാണ് നാളെ രാഹുൽ ഗാന്ധി വരുന്നത്. അദ്ദേഹം ജനങ്ങളെ കാണാനാണ് വരുന്നത്. എനിക്കിവിടെ ഒരു കാര്യമേ പറയാനുള്ളൂ മാധു, എനിക്ക് രാഷ്ട്രീയമൊന്നുമല്ല. ഈ ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല. അത് നിരന്തരമായി നമ്മൾ ആവശ്യപ്പെടുകയാണ്. എന്നിട്ടും ഇവരുടെ ചെവിയിൽ ഇത് കയറുന്നില്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അനങ്ങുന്നില്ല? 20-ാം തീയതി മന്ത്രിമാരുടെ 3-അംഗ സംഘം വരുമെന്ന്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അവിടെ ഓടിയെത്തേണ്ട ആളല്ലേ തൊട്ടപ്പുറത്തുള്ള MLA, ആ ജില്ലയിലെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി, വനം മന്ത്രി? അവർ പോകുന്നില്ല. ഇപ്പൊ ജനക്കൂട്ടം അക്രമാസക്തരായി. മന്ത്രി എവിടെ പോയാലോ മന്ത്രിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്, റേഡിയോ കോളർ വെക്കേണ്ടത് ഈ വനം മന്ത്രിയെ കണ്ടെത്താൻ വേണ്ടിയാണ്. അല്ലാതെ മൃഗങ്ങളെ ഞാൻ പറഞ്ഞു നിർത്താം, ഒറ്റക്കാരുടെ പറഞ്ഞു നിർത്താം. അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഇവിടെ CPM നേതാവ് പറഞ്ഞു, ഞാൻ പറഞ്ഞത് എക്സാലോജിക്കിനെ ഒഴിവാക്കാൻ വേണ്ടി ആ പിണറായി വിജയൻ ആനയുണ്ട്. അതല്ല, പിണറായി വിജയനെ ഒരാന കൂടി ചത്താൽ, ഒരാന കൂടി ഒരാളെ കൊന്നാൽ അത് വാർത്തയാകും, എക്സാലോജിക്ക് ഒതുങ്ങും എന്നാണ് ഞാൻ പറഞ്ഞത്. അത് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. അതുകൊണ്ട് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ആവാസ വ്യവസ്ഥയിൽ മേനകാ ഗാന്ധി കഴിഞ്ഞ ദിവസം ഈ തണ്ണീർക്കൊമ്പൻ ശരിയെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞത് ആഴ്ചയിൽ ഒരിക്കൽ ഒരു ആനയെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് വനംവകുപ്പിനെതിരെ പ്രതിഷേധിക്കുകയും കുറ്റം ആരോപിക്കുകയും ചെയ്തതാണ്. നമുക്കറിയാം, ജനവാസ മേഖലയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന ആനകളെ അങ്ങ് നേരത്തെ വളരെ വികാരാധീനനായി പറയുന്നുണ്ടായിരുന്നു, നമ്മൾ മനുഷ്യരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന്. ഈ പറയുന്ന മനുഷ്യരുടെ ജീവന് വെല്ലുവിളി ഉയർത്തുന്ന വന്യജീവികളെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ്. അതിന്റെ എണ്ണം അധികരിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ആവശ്യം. പക്ഷെ അങ്ങനെ ആ നീക്കവുമായി, അതും കൊല്ലാൻ പോലുമല്ല, മയക്കുവെടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഈ തണ്ണീർക്കൊമ്പൻ ചെരിയുന്നത്. പക്ഷെ വിമർശനമാണ് ഉണ്ടാകുന്നത്.
മാധു, നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് നിന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് ആളുകളുണ്ടാവും. ഇത് മനുഷ്യരുടെ എന്നുള്ളതിലല്ല, നമ്മൾ മാനവികമായിട്ട് വേണമല്ലോ ഒരു പ്രശ്നത്തിനെ സമീപിക്കുവാൻ വേണ്ടിയിട്ട്. അത് മനുഷ്യൻ മരിച്ചാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമമാണ്. നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആന നമ്മുടെ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് അത് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമം തന്നെയാണ്. അപ്പോൾ രണ്ട് ഭാഗത്ത് നിന്ന് ആൾക്കാർ പ്രതികരിക്കുന്നത് മാനുഷികമായ വിഷയങ്ങളാണ്. അത് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ്. നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചർച്ച നടത്തി പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ലോജിക്കലായിട്ട് എവിടെയെങ്കിലും എത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ പ്രകാശ മാസ്റ്റർ പറയുന്ന പണ്ട് തോമസ്, ഞാൻ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതല്ല, എന്നാലും പറയാണ്, തോമസ് ഐസക് പണ്ട് ഈ ധനപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എത്ര നമ്മുടെ നോട്ട് കമ്മട്ടം കയ്യിലിരിപ്പുണ്ടല്ലോ, നോട്ട് എത്ര വേണമെങ്കിൽ അടിച്ചിറക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇവർ പറയുന്നത്. എന്താണ് ഈ പറയുന്ന പ്രശ്നത്തിൻ്റെ മുഴുവൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വയനാട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ള തലത്തിലേക്ക് ഈ വിഷയത്തിനെ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരുതരം ഒളിച്ചോട്ടം മാത്രമാണ്. അവിടെ പ്രോപ്പറായിട്ട് മരിച്ചുപോയ ഒരാൾക്ക് ചികിത്സ കിട്ടാതെ പോയത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാത്തതിൻ്റെയാണോ? വനം മന്ത്രി ഇതുവരെ അവിടെ തിരിഞ്ഞു നോക്കാതിരുന്നത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാതിരുന്നത് എന്താണോ? മുഖ്യമന്ത്രി ഇതുവരെയായിട്ടും ഇത് അറിഞ്ഞ ഭാവം പോലും നടിക്കാത്തത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാത്തത് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്. എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മാനവികവാദവുമായി മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണ് ഒരാഴ്ചക്കിടയിൽ 3 മനുഷ്യർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇവിടെ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 15 പേര്, കണ്ണൂരിൽ മൊത്തത്തിൽ 16 പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട്. അത് മാത്രമല്ല, ഞാൻ 2 മാസങ്ങൾക്ക് മുമ്പ് കണ്ണൂരിൽ പോകുമ്പോൾ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരു കർഷകൻ, അദ്ദേഹം ആത്മഹത്യ, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് തന്നെ ഈ പറയുന്ന ആനയുടെ ആക്രമണങ്ങൾ മൂലമാണ്. അപ്പൊ ഈ ആന ഇപ്പോൾ അന്യ സംസ്ഥാന ആനയാണ് വരുന്നത്, ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ല എന്നൊക്കെ പറയാം. ആനയ്ക്കറിയോ ഞാൻ കർണാടകത്തിലെ ആനയാണ്, ഞാൻ തമിഴ്നാട്ടിലെ ആനയാണ്, ഞാൻ കേരളത്തിലെ ആനയാണെന്ന്? ആനയ്ക്കറിയോ ഈ വനത്തിനകത്ത് അതിർത്തികളുണ്ട്, ഈ അതിർത്തികൾ മാർക്ക് ചെയ്യപ്പെട്ട ഞാൻ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഇത് കേരളമായി പോവും എന്ന് ആനയ്ക്കറിയോ? ആനയ്ക്കറിയില്ലല്ലോ. ആനയെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വനത്തിനകത്ത് അത് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു, അതിൻ്റെ ആവാസ വ്യവസ്ഥയുമായിട്ട് ചേർന്ന് ജീവിച്ചു പോകുന്നു, അതിന് ഭക്ഷണം കിട്ടാതാവുന്നു, അതിന് വെള്ളം കിട്ടാതാവുന്നു, സ്വാഭാവികമായിട്ട് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇത് ആന മാത്രമല്ല, മറ്റ് ജീവികളും ഇതുകൊണ്ടാണ് വനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത്, നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തിനെ അല്ല ഇവിടെ ചികിത്സിക്കേണ്ടത്, രോഗത്തിന്റെ കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. ഒരു മൃഗത്തിനെ വന്യമൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനമാണ്. ആ വനം വിട്ടത് നാട്ടിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനെയാണ് നമ്മൾ പഠിക്കേണ്ടത്, അതിനെയാണ് നമ്മൾ കൃത്യമായിട്ട് തിരുത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് വനം മന്ത്രി എന്നുള്ള നിലയിൽ, വനം വകുപ്പ് എന്നുള്ള നിലയിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അപ്പോഴാണ് ജനങ്ങളെ ആ പ്രശ്നം ബാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുക. അല്ലാതെ ഇന്ത്യയിൽ മൊത്തത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വന്യമൃഗ സംരക്ഷണമൊക്കെ കുറച്ചുകൂടി വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പുലികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, സിംഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ, വനവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ള ആക്ടിവിറ്റീസ് വന്യമൃഗങ്ങളുടെ ആക്ടിവിറ്റീസ് കൂടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയും മൃഗങ്ങളെ മുഴുവൻ കൊന്നാൽ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യൂ എന്ന് പറയുന്നത് തീർത്തും ദൗർഭാഗ്യമാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു വയനാട്ടിലുള്ള ആളുകൾ പോലും പറയുന്നില്ല എന്ന്. അവരുടെ സുരക്ഷയെ പറ്റിയാണ് പറയുന്നത്. അല്ല, വൈകാരികമായി പ്രതികരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവരങ്ങനെ പറയുന്നത് അത് അവരുടെ തെറ്റുകൊണ്ടൊന്നുമല്ല. അടിച്ചു കഴിഞ്ഞാൽ ഒരാളെ സ്വന്തം ജീവനല്ലേ പ്രധാനം. തീർച്ചയായും. ശരി, ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഇപ്പോൾ പ്രകാശ് മാഷ് ഇവിടെ സംസാരിച്ചു, ശ്രീ പഴകുളം മധുവും യുവരാജും ഒക്കെ സംസാരിച്ചു. അങ്ങനെ സാധ്യമായതെല്ലാം സംവിധാനങ്ങൾ വയനാട്ടുകാർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ നിയമത്തിന്റെ നൂലാമാലകൾക്കപ്പുറത്ത് സർക്കാരിന് കാര്യക്ഷമമായി ഇടപെടാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് അവിടെ? സത്യത്തിൽ എനിക്ക് സഹതാപമാണ് തോന്നിയത്. ഇപ്പോൾ ഒരു അഭിപ്രായം പറയുന്നത് കേട്ടോ, ഈ ആളുകൾ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഇന്നലെ ഈ അപകടമുണ്ടായി. ഇന്നലെ വൈകിട്ട് ഇവിടുത്തെ സ്ഥലം MLA മെഡിക്കൽ കോളേജിൽ പോയി അദ്ദേഹം ഇനിഷ്യേറ്റീവ് എടുത്ത് രാത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ആ ഡെഡ് ബോഡി രാത്രിയിൽ കൊണ്ടുവന്നാൽ ഇവിടെ ആനയുടെ വിളയാട്ടമായതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് ഇന്ന് രാവിലെ ഇവിടെ എത്തിക്കുമെന്ന് ഇവിടുത്തെ സംവിധാനങ്ങൾക്കെല്ലാം അറിയാമായിരുന്നു.
ഈ ആളുകൾ സംഘടിക്കുമെന്നും ഈ ഇവിടുത്തെ ഭരണകൂടത്തിന് അറിയാമായിരുന്നു. എന്നിട്ട് 9:30 ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന പോലീസുകാരെയോ ഇവിടെ വന്ന ജനപ്രതിനിധികളെ ആരും ഉപദ്രവിച്ചിട്ടില്ല. എത്ര നേരം കഴിഞ്ഞു? ഒരു പരിധിയില്ലേ? അപ്പോൾ ഈ ജനത്തിൻ്റെ ക്ഷമ നശിച്ചു. കൃത്യമായി ഒരു മറുപടി കൊടുക്കേണ്ടുന്ന ആളുകൾ ഇവിടെ കടന്നു വരാതെ, കളക്ടർ ഈ ജില്ലയിലുള്ള ആളാണല്ലോ, കൽപ്പറ്റയിൽ നിന്ന് പുൽപ്പള്ളിയിൽ വരാൻ എത്ര ദൂരമുണ്ട്? എന്നിട്ട് ഈ കളക്ടർ ഒന്നും ഇങ്ങോട്ട് കടന്നു വന്നില്ല. ഈ ജനം ഇത്രമാത്രം രോഷാകുലരായപ്പോഴാണ് ADM ഒന്ന് കടന്നു വരാൻ തയ്യാറായത്. CF വന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ജനപ്രതിനിധികൾ കാത്തു നിൽക്കുന്നു, ഒരു ചർച്ച നടത്ത്, ഒരു തീരുമാനം പറയേ. ഇത്തരത്തിലുള്ള ഒരു ഭരണകൂടത്തെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? ഇവിടെ ഒരു അപകടമുണ്ടായാൽ ജനത്തിൻ്റെ കൂടെ നിൽക്കുന്ന ഭരണകൂടമാണെങ്കിൽ ഉടനെ അവിടെ വരണ്ടേ? നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുന്നു എന്ന് പറയണ്ടേ? അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാനുള്ള നിയമ സംവിധാനങ്ങൾ ഇവിടെ കൊണ്ടുവരണ്ടേ? എന്നിട്ടാണ് ഈ പറയുന്നത് ഞങ്ങൾ ജനത്തിൻ്റെ കൂടെയാണ്. ഞങ്ങൾക്ക് ഇത് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? പിന്നെ ഇത് കഴിഞ്ഞിട്ട് കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ആ കുടുംബത്തെ ഏറ്റെടുക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ എത്രമാത്രം കാര്യക്ഷമമായിട്ട് പ്രാവർത്തികമാകുന്നുണ്ട്? അതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഭയപ്പാട്. ഈ പ്രഖ്യാപനങ്ങളൊക്കെ ആ ഒരു ദിവസം കൊണ്ട് അവസാനിച്ചു. അടുത്ത് മറ്റൊരു അപകടമുണ്ടാകുമ്പോൾ, ഒരു ദുരന്തമുണ്ടാകുമ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കുകയല്ലാതെ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് ഇനി ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടാകുന്നില്ല. അപ്പം ജനത്തിൻ്റെ കൂടെ എന്ന് പറയുകയും എന്നിട്ട് ഈ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേട് സംഭവിച്ചാൽ മുതലക്കണ്ണീര് ഒഴുക്കുകയും ചെയ്യുന്ന ഒരു രീതി, ഇതിൽ നിന്ന് മാറ്റമുണ്ടാകണ്ടേ? ജനത്തിന് വേണ്ടി കൂടെ നിൽക്കണ്ടേ? അതാണ് ഞങ്ങൾക്ക് ഇവിടെ ഉന്നയിക്കാനുള്ളത്. ശരി, ഓക്കെ ഫാദർ, ഞാൻ തിരികെ വരാം മറ്റതികളിലേക്കും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പ്രകാശ് മാസ്റ്റർ, ഇന്ന് മരിച്ച പോളിന്റെ മകൾ പറയുന്നത് നമ്മൾ കേട്ടു. എൻ്റെ അച്ഛന് സമയത്തിന് ചികിത്സ കൊടുത്തിരുന്നെങ്കിൽ ഈ ലോകം വിട്ടു പോകുമായിരുന്നില്ല എന്ന്. നമുക്ക് നീതി ലഭ്യമായി എന്ന് തോന്നേണ്ടത് അവർക്കാണല്ലോ. അവർക്ക് അങ്ങനെ തോന്നുന്നില്ല. ആരോഗ്യമന്ത്രി അത് തിരുത്തുന്നു, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ചികിത്സ ലഭ്യമാക്കാൻ താമസിച്ചിട്ടില്ല എന്ന് ആ കുട്ടി തന്നെ പറയുന്നു. അതൊരു മെഡിക്കൽ കോളേജാണ്, അവിടെ എന്ത് സൗകര്യമാണ് ഉള്ളത് എന്ന്. വയനാട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം വയനാട്ടുകാർ എല്ലാ കാലവും പറയുന്നതാണ്. ഈ വന്യജീവി പ്രശ്നം മാത്രമല്ല, മഴക്കാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ ആദിവാസി മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ചികിത്സാ പരിമിതി അവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ നിന്ന് ചുരമിറങ്ങി വരുന്ന കാലം, ആ സമയം എന്ന് പറയുന്നത് അവരുടെ ആയുസിന്റെ വിലയാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലുള്ള പരിഹാരം എന്നതുകൂടി സർക്കാരിന് മുന്നിൽ വെക്കാനുണ്ട് ഇതേ പ്രക്ഷോഭ കാലത്ത് അവർക്ക്. ഈ വിഷയങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗം വളരെ വിശദമായ നിലക്ക് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ യോഗം കൈക്കൊണ്ട 27 തീരുമാനങ്ങളിൽ ഒന്ന് ഈ വയനാട് മെഡിക്കൽ കോളേജിൽ അത്യാവശ്യമായിട്ട് വേണ്ട സൗകര്യങ്ങളുടെ കുറവ് എങ്ങനെ നികത്താൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഗവൺമെൻറ് ഇടപെടാനല്ലേ കഴിയുക. ഇപ്പോൾ കേരള, കർണാടക, തമിഴ്നാട് ഗവൺമെൻറ്റുകളുടെ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കമാൻഡ് കൺട്രോൾ സെൻറ്റർ ആരംഭിക്കുന്നതിന് ഇവിടെ ആയോഗത്തിൽ തീരുമാനിച്ചു. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിൽ വാർ റൂം ആരംഭിക്കുന്നതിനുള്ള തീരുമാനം വന്നു. ഫീൽഡ് കൺട്രോൾ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിലക്കുള്ള തീരുമാനമുണ്ടായി. മുന്നറിയിപ്പ് സംവിധാനം എങ്ങനെ മെച്ചപ്പെടുത്തണം എന്ന് ആയോഗത്തിൽ തീരുമാനിച്ചു. ആനകളും വന്യജീവികളും വരുന്ന നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ തീരുമാനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായി. ഈ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു സ്പെഷ്യൽ ഓഫീസറെ വയനാട്ടിൽ നിശ്ചയിക്കാൻ ആയോഗം തീരുമാനിച്ചു. അതുപോലെ സ്മാർട്ട് എലിഫൻറ്റ് ഫെൻസ് അതെങ്ങനെയാണ് നമുക്ക് പ്രായോഗികമാണോ എന്ന കാര്യം പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. വനത്തിലെ ആവാസ മേഖല, ബേസിക് ഇഷ്യൂ അതാണല്ലോ, വനത്തിലെ ആവാസ മേഖലയെ എങ്ങനെയാണ് ശക്തിപ്പെടുത്താൻ വേണ്ടി കഴിയുക, ഇതിനാവശ്യമായ നടപടികൾ എന്തൊക്കെ എന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനിച്ചു. അവിടെ ഒരു പുതിയ ഫോറസ്റ്റ് സ്റ്റേഷൻ വേണ്ടത് സംബന്ധിച്ച് തീരുമാനിച്ചു. ഈ നിലക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട സമഗ്രമായ മുഴുവൻ കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ പ്രാദേശിക 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, 10 ലക്ഷം രൂപ കൊടുക്കാൻ 40 ലക്ഷത്തിന് ശുപാർശ ചെയ്യാം എന്നതടക്കമുള്ള സർക്കാരിന്റെ നിർദ്ദേശങ്ങളൊക്കെ ഇന്ന് ആ ജനങ്ങളുടെ മുന്നിൽ വെക്കുമ്പോഴും തിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ അവർ അവിടെ നിന്നതിന് കാരണം ഈ ഉറപ്പുകൾ അവർ ആദ്യം കേൾക്കുന്നതല്ല എന്നുള്ളത് കൊണ്ടാണ്. സർക്കാർ ഇന്ന് എടുത്ത തീരുമാനങ്ങളിൽ എത്രയെണ്ണം പുതിയതാണ് ശ്രീ പ്രകാശ് മാസ്റ്റർ? വയനാട് മെഡിക്കൽ കോളേജ് നവീകരിക്കണം, അവിടെ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം.
എന്നുള്ളത് മഹാഭൂരിപക്ഷം പുതിയതാണ്. മഹാഭൂരിപക്ഷവും അപ്പോൾ നേരത്തെ എടുത്ത തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? ശരി, മഹാഭൂരിപക്ഷം അവിടെ നിൽക്കട്ടെ, ഈ ന്യൂനപക്ഷം നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? ഈ ന്യൂനപക്ഷം തീരുമാനങ്ങൾ ഇതുവരെ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കാതെ പോയത് ആരോട് ചോദിക്കണം? വയനാട് മെഡിക്കൽ കോളേജിന് അടിസ്ഥാന സൗകര്യ പ്രശ്നം ഇന്ന് പൊട്ടി വീണതാണോ? ഇതില് ഈ ആരോഗ്യ മേഖലക്കകത്ത് ഏറ്റവും വലിയ മുന്നേറ്റം വയനാട് ഉണ്ടായ ഒരു കാലം ഇതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ വേണ്ടി കഴിയുമോ? മുന്നേറ്റമൊക്കെ പര്യാപ്തമായ രീതിയിലല്ലേ ഉണ്ടാകേണ്ടത്? ജനത്തിന് അത് പര്യാപ്തമല്ലെങ്കിൽ അതിനെ മുന്നേറ്റം എന്ന് വിളിക്കാൻ കഴിയുമോ? അതിലെന്താന്ന് വെച്ചാൽ ഇതിലെല്ലാം ഈ ക്ഷീരമുള്ളവർ അകടിഞ്ഞു പൊട്ടലും ചോര തന്നെ കാണുന്ന കുറെ ആളുകളുണ്ട്. ചോര വീഴുന്നത് കൊണ്ടാണ് അവരെ അങ്ങ് പാലിൽ കുളിപ്പിച്ച് കളഞ്ഞു എന്നൊന്നും പറയല്ലേ? അതാണ് പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ ചോദിച്ചല്ലോ, ഇവിടെ ഇപ്പോ പഴകുളം മന്ത്രി ഇപ്പോ പറഞ്ഞു മന്ത്രി അവിടെ വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ കഴിയില്ല, അതുകൊണ്ട് പ്രശ്നം. നിങ്ങൾ ഇത്തരം വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ ശ്രമം, ഇതിനെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതാണോ ശ്രമം? ഇത് രണ്ടാണ്. ഈ വിഷയത്തിനകത്ത് ഗവൺമെന്റ് ഇടപെട്ടില്ല, അങ്ങനെ പറയാൻ കഴിയുമോ? മുഖ്യമന്ത്രി മുൻകൈ എടുത്ത് ഒരു ജില്ലയിലെ സംഭവം സംബന്ധിച്ച് അദ്ദേഹത്തിന് അധ്യക്ഷതയിൽ എല്ലാ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും പങ്കെടുത്ത് യോഗം നടക്കുന്നു. ആ യോഗത്തിൽ 27 കാര്യങ്ങൾ തീരുമാനമുണ്ടാകുന്നു. തുടർന്ന് 3 മന്ത്രിമാർ ജില്ലയിൽ ചെന്ന് ഉദ്യോഗസ്ഥന്മാരുമായി വെച്ചുകൊണ്ട് ചർച്ച നടത്തി തീരുമാനിക്കുന്നു പറയുന്നു. അത് ഗൗരവത്തോടെ കണ്ടില്ല എന്നുള്ളതാണോ അതിൻ്റെ അർത്ഥം? അത് ആളുകളെ സംബന്ധിച്ച് ആവശ്യത്തിനായില്ല, ഇനിയും കുറേ കാര്യങ്ങൾ വേണം, അത് ശരി. പക്ഷെ ഗവൺമെന്റ് എത്ര മുന്തിയ പരിഗണനയാണ് ഈ വിഷയത്തിൽ കൊടുത്തത്, അതല്ലേ എൻ്റെ അർത്ഥം. ഈ വിഷയം സംബന്ധിച്ച് കേന്ദ്രം വരുത്തേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ച് നിയമസഭ ഐകണ്ഠ്യം പ്രമേയം പാസാക്കുന്നു, അത് ചെറിയ കാര്യമാണ്. അതായത് ഈ വയനാട്ടിലെ വന്യജീവി പ്രശ്നം ഒന്നും പുതിയതല്ല. അവിടുത്തെ പ്രശ്നങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യ പ്രശ്നം ഒന്നും പുതിയതല്ല. ജനം ഇന്ന് തെരുവിൽ വന്നു നിൽക്കുന്ന 2 മരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. ആ അവസ്ഥ വരെ ഈ പ്രശ്നമൊന്നും, ഈ നടപടി ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കാണാതെ ഇനി അങ്ങ് നന്നാക്കി കളയാം എന്നുള്ള ഞങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് കൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. ശ്രീ പഴകുളം മധു, സർക്കാർ ആക്ട് ചെയ്യുന്നുണ്ട്, സർക്കാർ ഇതിനെ ഗൗരവമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയും മന്ത്രിമാർ ചെല്ലുകയും ചെയ്യും എന്ന് വാഗ്ദാനം നടത്തുന്നത്. സർക്കാർ സാധ്യമായതെല്ലാം ചെയ്യുന്നുണ്ട്. നിങ്ങൾ രാഷ്ട്രീയ താല്പര്യം വെച്ച് ഈ പ്രശ്നത്തെ വികാരഭരിതമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. മധു, കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? വയനാട്ടിൽ ആനയും കടുവയും കുത്തിക്കൊല്ലുന്നവർക്ക് വാർ റൂം കൊടുക്കാൻ മുഖ്യമന്ത്രി യോഗം ചേർന്ന വാർ റൂം കൊണ്ട് മുഖ്യമന്ത്രി അങ്ങോട്ട് ചെല്ലട്ടെ, ആൾക്കാർ കാണിച്ചു കൊടുക്കും. അവിടെ അറിയാമോ മധു, വന്യമൃഗങ്ങൾ കുത്തിക്കൊന്നത് ഉൾപ്പെടെ 7000 പേർക്ക് കേരളത്തിൽ നഷ്ടപരിഹാരം കൊടുക്കാനുള്ള സർക്കാരാണ് ഈ സർക്കാർ. ഈ സർക്കാരിന്റെ കണക്ക് പ്രകാരം 8873 അക്രമങ്ങൾ, വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ മനുഷ്യർക്ക് നേരെ ഉണ്ടായി. 1559 വളർത്തു മൃഗങ്ങളെ വന്യമൃഗങ്ങൾ കൊന്നു. എന്നിട്ട് ഈ അക്രമങ്ങളിൽ 4193 അക്രമങ്ങൾ ആന നടത്തിയ അക്രമമാണ്. എവിടെയാണോ നിങ്ങളുടെ മന്ത്രി, നിങ്ങളുടെ സർക്കാർ എവിടെ, അധികാരികൾ എവിടെ, ആയുധങ്ങൾ എവിടെ? നിങ്ങൾ എന്ത് ചെയ്തു? മര്യാദയായിട്ട് പറയാം. ചർച്ച വന്നിട്ട് വയനാട്ടിലെ ജനങ്ങളെ പല്ലടിച്ച് കാണിക്കുകയാണോ? അവരൊക്കെ നിരന്തരം ഈ പറയുന്ന വന്യജീവി പ്രശ്നങ്ങൾ, ആക്രമണങ്ങൾ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഞങ്ങളുടെ റിപ്പോർട്ടറോട് പറയാണ്, സ്വന്തം കൺമുന്നിൽ വെച്ചാണ് സ്വന്തം അച്ഛൻ പന്നി വന്ന് ഓട്ടോയിലിടിച്ച് ഓട്ടോ മറിഞ്ഞു വീണ് മരിച്ചു എന്ന് മനസ്സിലാകുന്ന പോലും കുറെ നേരം കഴിഞ്ഞിട്ടാണ്. അത് പന്നിയല്ല, അത് പട്ടിയാണ്, അവിടെ നിന്ന് രോമം കിട്ടിയില്ല എന്നൊക്കെ അവരോട് പറയുകയാണ്. ആരാണ് ഈ സംവിധാനം? സ്വന്തം കൺമുന്നിൽ വെച്ച് അച്ഛൻ മരിച്ചു പോയതിന്റെ ദൃക്സാക്ഷിയാണ് ആ പെൺകുട്ടി. ആ പെൺകുട്ടിയോട് പറയുന്നത് ഇത് വന്യജീവി ആക്രമണമല്ല എന്നാണ്. അതാണ് നമ്മുടെ ഒരു ചുവപ്പ് നാടൻ സംവിധാനം എന്ന്. അതിനോടും അതിജീവന സമരം നടത്തേണ്ടി വരുന്ന ജനതയാണ് ഇന്ന് തെരുവിലിറങ്ങിയത്. ഇതിന് പരിഹാരം ആവശ്യമുണ്ട്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.